സീനിയർ വിദ്യാർത്ഥികളുടെ സംഘം ചേർന്നുള്ള മർദ്ദനത്തിൽ 9ാം ക്ലാസ്സുകാരന് പരിക്ക്. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. സ്കൂളിൽ സംഘർഷം സ്ഥിരമാണെന്ന് രക്ഷിതാക്കൾ. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഇന്റർവെൽ സമയത്ത് ക്ലാസിന് മുൻപിൽ നിൽക്കുകയായിരുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെ വൈകിട്ട് തന്നെ മാങ്ങോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിൽ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു, അടി പ്രശ്നമാണെങ്കിൽ അടിക്കാതെ നിൽക്കണ്ട, പോകാൻ പറഞ്ഞു. അതിൽ പോലെ ഇവലെ കൂട്ടത്തിലുള്ളവരെ വിചാരം ഞാനും ആ പ്രശ്നത്തിനുണ്ടെന്ന് എഴുതിയിട്ട് ഓലിനെ തല്ലിയത്. സ്കൂളിൽ മുൻപും സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നതായി രക്ഷിതാക്കൾ പറയുന്നു. വിദേശത്തായിരുന്ന വിദ്യാർത്ഥി ഒരാഴ്ച മുൻപാണ് നാട്ടിലെത്തുന്നത്. സ്കൂളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് മർദ്ദനമേറ്റ കുട്ടിയെന്നും സ്കൂളിലെ ഇത്തരം പ്രവണതകൾ തുടരാൻ പാടില്ലാത്തതാണെന്നും വിദ്യാർത്ഥിയുടെ പിതാവ് ഷെരീഫ് പറഞ്ഞു. ആ സ്കൂളിൽ മുമ്പേ 2-3 പ്രാവശ്യം ഇതുപോലെ ഉണ്ടായതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ 2ാമത്തെ കേസാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് എൻ്റെ ഒരു അമ്മായിയുടെ കുട്ടിക്ക് ഇതേപോലെ ഇതേ സീനിയേഴ്സ് തന്നെയാണ് കേട്ടത്. അവർ കണ്ണൊക്കെ അടിച്ചിട്ട് ഒരു ഭാഗത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെയാണ് അറിഞ്ഞത്. ഞാനിവിടെ ഉണ്ടായിരുന്നത്, ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ആ സംഭവം അമ്മായി ഇന്നലെ പറയണത്, ഇത് അറിഞ്ഞപ്പോഴാണ് പറയണത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഉണ്ടാവണതാണെന്നുള്ള പേരാണ് ഉണ്ടായിരുന്നത്. ഇവൻ തന്നെ ഓൾറെഡി ഒരു പേഷ്യൻ്റാണ്. അവന് ഒന്നിലേക്കും പോകാത്ത ഒരാളാണ്. അവനെ അടിച്ചിട്ട് 10-15 കുട്ടികൾ വട്ടം ചേർന്ന് അടിച്ച് ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ കരയണ നമുക്ക് തന്നെ സങ്കടമായിരുന്നു. ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ ഇനി അങ്ങനെ ഒരു സംഭവം നടക്കരുത്. ഇപ്പോൾ നമ്മളൊരു കോംപ്രമൈസ് ഇതിന് മുമ്പേ എല്ലാം കോംപ്രമൈസ് ആക്കിയിട്ടാണ് അങ്ങനെ ഒരു സോൾവ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതും അങ്ങനെ ഒരു കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ നാളെ ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു കേസുമായിട്ട് മുന്നോട്ട് പോകാച്ചിട്ടാണ്. ഇനി അവിടെ ഒരു സംഭവം അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ മുൻപും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട 4 വിദ്യാർത്ഥികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകുമെന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് അറിയിച്ചു.